നമസ്കാരം. ഞാൻ അശോക് നാരായൺ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷനിലെ വ്യത്യസ്തങ്ങളായ ധാരാളം ടെക്നിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അവ ഉപയോഗിക്കുന്നുമുണ്ട്. എങ്കിൽ പോലും ചില വ്യക്തികൾ പറയാറുണ്ട്, ചില സാമ്പത്തിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സാമ്പത്തിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഈ മനസ്സിലാക്കിയിരിക്കുന്നതിൽ ഏതൊക്കെ ടെക്നിക്കുകൾ എങ്ങനെയെല്ലാം ചെയ്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്താണ് അതിന് കാരണം എന്നുള്ളത്, ഇവിടെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങളുടെ അല്ലെങ്കിൽ അറിവുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ തിരിച്ചറിയാത്ത നമ്മളുടെ അസ്വസ്ഥതകളുടെ ആ കാരണങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതായത് നമ്മുടെ ശരീരത്തിൽ ചില ഊർജ കേന്ദ്രങ്ങളുണ്ട്, എനർജി സെൻറ്റേഴ്സ്. അവയെ പൊതുവിൽ ചക്രാസ് എന്നാണ് പറയുന്നത്. ചക്രാസ് സാധാരണഗതിയിൽ പൊതുവായിട്ട് 7 ചക്രകളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ അതിൽ പ്രധാനപ്പെട്ട 2 ചക്രാസിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ മതിയാകും നമ്മുടെ ഈ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട്. അതായത് ഈ പറയുന്ന ഊർജ കേന്ദ്രങ്ങളിൽ, എനർജി സെൻറ്റേഴ്സിൽ ഏതെങ്കിലും വിധത്തിലുള്ള അപാകതകൾ, ഈ ഊർജ്ജപ്രവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അപാകതകൾ സംഭവിക്കുന്ന സമയത്ത് അതാത് അസ്വസ്ഥതകൾ ആ വ്യക്തിയിൽ സംഭവിച്ചു തുടങ്ങും. അപ്പോൾ പൊതുവിൽ ഈ ചക്രാസ്, ഈ ഊർജ കേന്ദ്രങ്ങൾ ബാലൻസ്ഡ് ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും മനസ്സ് ശാന്തമായിരിക്കും, ശരീരം എനർജറ്റിക് ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ ശരിയായിട്ട് എടുക്കാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും അതിലൂടെ ലഭിക്കും. അതുപോലെ ജീവിതം വളരെ സ്മൂത്തായിട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചക്രാസ് ഇംബാലൻസ്ഡ് ആകുന്ന സമയത്ത് മറ്റു ചില പ്രതികൂല വികാര വിചാരങ്ങൾ വ്യക്തികളിൽ സംഭവിച്ചു തുടങ്ങും. അതിൽ പ്രധാനമായിട്ടും സംഭവിക്കാനുള്ളത് ഭയം, അതുപോലെ സ്ട്രെസ്സ്, കൺഫ്യൂഷൻ, ഇമോഷണൽ സ്ട്രഗിൾസ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഡിസ്കംഫർട്ട്, ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ നമുക്ക് ഈ ചക്രാസിനെ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അതിലൂടെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെയെല്ലാം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും പരിഹാര മാർഗങ്ങൾ നമ്മൾ തേടുന്നതിന് മുൻപ് തന്നെ കാരണങ്ങളെക്കുറിച്ചും പൊതുവായിട്ടുള്ള ഒരു അറിവ്, പൊതുവായിട്ടുള്ള ഒരു ധാരണ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും 2 ചക്രാസാണ്. ഇവയെ സ്വാധിഷ്ഠാന ചക്ര, മണിപൂര ചക്ര ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഈ 2 ചക്രങ്ങൾ ശക്തമായാലേ പണം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നതിൻ്റെ വേഗത വർദ്ധിക്കും. അതുപോലെ തന്നെ അവസരങ്ങളെ കാണാനുള്ള കഴിവ്, കൃത്യമായിട്ട് ആക്ഷൻസ് ചെയ്യാനുള്ള ധൈര്യം, ഇതെല്ലാം സ്വാഭാവികമായിട്ടും വ്യക്തിയിൽ സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ സ്വാധിഷ്ഠാന ചക്രം സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ നാഭിയുടെ, അതായത് പൊക്കിൾക്കൊടിയുടെ, പൊക്കിളിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ചക്ര ശക്തിപ്പെടുന്നതോടുകൂടി അവസരങ്ങൾ കാണാനുള്ള കഴിവ്, പുതിയ ആശയങ്ങൾ, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയിൽ ഇൻകം സോഴ്സുകളെ കണ്ടെത്താനുള്ള കഴിവ്, അതുപോലെ തന്നെ ഇതെനിക്ക് അർഹതപ്പെട്ടതാണ്, സമ്പത്ത് നേടുക എന്നുള്ളതിന് അർഹനാണ് ഞാൻ തുടങ്ങിയ ചിന്തകൾ നമ്മളിൽ ഉണരാൻ തുടങ്ങും. അതുപോലെ തന്നെ സമൃദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും, അതെല്ലാം ഒഴിവായി കിട്ടും. ഈ വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഈ ചക്രം ഓപ്പൺ ആവുന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ ചക്രം ശക്തമാവുന്നതോടുകൂടി സംഭവിക്കാൻ തുടങ്ങും. ഇനി ഈ ചക്ര എന്തുകൊണ്ടാണ് ശക്തി ചോർന്നു പോകുന്നത്, അല്ലെങ്കിൽ വീക്കായി പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ കാരണമെന്ന് പറയുന്നത് നമ്മൾ ഇമോഷൻസിനെ അടിച്ചമർത്തി വെക്കുന്നതാണ്. ചില ഇമോഷൻസിനെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കാറുണ്ട്, അമർത്തി വെക്കാറുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതിലൂടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് ചോർന്നു പോകും, സ്ട്രക്കായി പോകും പല കാര്യങ്ങളിലും. ഇത് സംഭവിക്കാനുള്ളൊരു സാധ്യത ഇതിലൂടെ ഉണ്ടായേക്കാം.
അതുപോലെ തന്നെ ഗിൽട്ട് അല്ലെങ്കിൽ ഷെയിം, ഞാനതിന് അർഹനല്ല, ഇത്രയ്ക്ക് സമ്പത്ത് വന്നാൽ ഞാൻ എന്ത് ചെയ്യും തുടങ്ങിയിട്ടുള്ള ചില നമ്മൾ സാധാരണ പറയാറില്ലേ പുവർ മൈൻഡ് സെറ്റ്. ഈ പുവർ മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ പുവർ മൈൻഡ് സെറ്റിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാലും ഈ പറയുന്ന ചക്ര സാവധാനം അതിന് ശക്തിക്ഷയം സംഭവിക്കാൻ തുടങ്ങും. അതുപോലെ അതിനുള്ള മറ്റൊരു കാരണം പരിധിയിൽ കവിഞ്ഞ സ്ട്രെസ്സ്, എക്സസ് ആയിട്ടുള്ള സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഇതും ഈ ചക്രയുടെ അസന്തുലിത അവസ്ഥയ്ക്ക് കാരണമായി തീരും. അതുപോലെ തന്നെ നമുക്കൊരു ഡെയിലി റൂട്ടീനില്ല, അതായത് ഒരു ലക്ഷ്യമില്ല, ഒരു കൃത്യതയില്ല കാര്യങ്ങളിൽ. എപ്പോഴും ഉണരണമെന്നുള്ളതിൽ കൃത്യതയില്ല, ഇന്ന് കുളിക്കണോ വേണ്ടയോ എന്നുള്ളതിൽ കൃത്യതയില്ല, ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ കൃത്യതയില്ല. ഇങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ ഈ കുത്തഴിഞ്ഞ ജീവിതം എന്നൊക്കെ പറയാറില്ലേ, അത്തരം ജീവിതചര്യകൾ നയിക്കുന്ന വ്യക്തികളിലും ഈ ചക്ര സ്വാഭാവികമായിട്ടും ഇംബാലൻസ്ഡ് ആയിരിക്കും. ഇനി ഇതിനെ ബാലൻസ്ഡ് ആക്കാൻ അല്ലെങ്കിൽ എനർജറ്റിക് ആക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അതായത് പരിഹാര മാർഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒന്ന് മനസ്സ് ശാന്തമാക്കുക അല്ലെങ്കിൽ ശാന്തമാക്കാനുള്ള മാർഗങ്ങളെ തേടുക എന്നുള്ളത് തന്നെയാണ്. ആന്തരിക സമാധാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നമുക്ക് നോക്കാം. അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് സമയം ഒരു 10 മിനിറ്റ് സംഗീതം കേൾക്കാം. ആ സമയത്ത് നമ്മുടെ മനസ്സും ആത്മാവും വൈകാരിക ഭാവങ്ങളും എല്ലാം പൊതുവിലൊന്ന് ശാന്തമാകും അല്ലേ. അപ്പോൾ സംഗീതം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരല്പസമയം ചിലവഴിക്കാം. അതുപോലെ ധ്യാനം നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നൊരു കാര്യം തന്നെയാണ്. ധ്യാനാത്മകമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ, അതുപോലെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയും. അതിലൂടെയും ഈ ചക്ര കൂടുതൽ ശക്തിപ്പെടുത്താൻ, ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന് യോഗ, അതുപോലെ തന്നെ ലഘു വ്യായാമങ്ങൾ, ഇതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യോഗ, ലഘു വ്യായാമങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനസ്സും ശരീരവും നല്ല ആക്റ്റീവാകും. കൂട്ടത്തിൽ ഈ ചക്ര ബാലൻസ്ഡ് ആകും, കൂടുതൽ ഊർജ്ജസ്വലമാകും. മറ്റൊന്ന് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ സ്വാഭാവികമായിട്ടും ശരീരം ആക്റ്റീവാകും. അതിലൂടെ തന്നെ ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ കൃത്യമായ വിധത്തിൽ എനർജറ്റിക് ആകാനും തുടങ്ങും. ഇനി നമ്മൾ ചെയ്യേണ്ടത് മണി അഫർമേഷൻസ് അല്ലെങ്കിൽ അബുണ്ടൻസ് അഫർമേഷൻസ് സ്ഥിരമായിട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി തുടങ്ങിയ വിധത്തിലുള്ള അബുണ്ടൻസ് അഫർമേഷൻസ് സ്ഥിരമായിട്ട് കൊടുക്കാം. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് സെറ്റിൽ തന്നെ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തും. അത് ഈ എനർജി സെൻറ്റേഴ്സിൻ്റെ പ്രവർത്തനത്തെയും പോസിറ്റീവായിട്ട് അനുകൂലമായിട്ട് സ്വാധീനിക്കും. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. നിങ്ങൾക്ക് സന്തോഷകരമായിരിക്കാൻ പറ്റുന്ന സാഹചര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ് മ്യൂസിക് കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ എനർജറ്റിക് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വ്യക്തികളോടൊപ്പം ഒരല്പം സമയം ചെലവഴിക്കുക. പോസിറ്റീവായിട്ടുള്ള വ്യക്തികളോടൊപ്പം സമയം ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ അത് നേരിട്ട് ഫിസിക്കൽ പ്രസൻസ് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. ഫിസിക്കൽ പ്രസൻസ് ഉണ്ടെങ്കിൽ നല്ലത്. ഇനി അതല്ലെങ്കിൽ ഈ വിധത്തിൽ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുടെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഇപ്പം നോക്ക്, ഈ വീഡിയോ നിങ്ങൾ കുറച്ച് സമയമായിട്ട് കാണുന്നുണ്ട് അല്ലേ, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പോസിറ്റിവിറ്റി ഉണർത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിവരം ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അതുപോലെ ഈ പറഞ്ഞ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ആ വിവരവും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, വിഷയം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. ഇനി നമുക്ക് അടുത്ത ചക്രയിലേക്ക് വരാം. രണ്ടാമത്തെ ചക്രയെ മണിപൂര ചക്ര എന്നാണ് പറയുന്നത്. ഇതും സമ്പത്തുമായിട്ട് നേരിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. മണിപൂര ചക്രം നാഭിക്ക് മുകളിൽ, സോളാർ പ്ലെക്സസ് റീജിയൻ എന്നാണ് പറയുന്നത്, നാഭിക്ക് മുകൾ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മണിപൂര ചക്രം സ്വാധീനിക്കുന്നത് നമ്മുടെ വിൽ പവർ, അതുപോലെ കോൺഫിഡൻസ്, അതുപോലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്,
ഡിസിപ്ലിൻ, അതുപോലെ ആക്ഷൻസ്, പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവ്, ഊർജ്ജസ്വലത, മാനസികാവസ്ഥ. അതുപോലെ തന്നെ മറ്റൊന്ന് ലീഡർഷിപ്പ്, നിങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള കഴിവ്, മാനസികാവസ്ഥ. അതുപോലെ വെൽത്ത് ക്രിയേഷൻ, സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മാനസികാവസ്ഥ, കഴിവ്. ഇതിനെല്ലാമാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ വിധത്തിൽ ഏതെങ്കിലും അസ്വസ്ഥതകളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതും കമൻ്റ് രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്താം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചക്ര ശക്തമായി കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ഡിസിഷൻസ്, തീരുമാനങ്ങൾ അതിശക്തമാകും. കൂടുതൽ ലക്ഷ്യങ്ങളെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ധൈര്യത്തോടുകൂടി ഓരോരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പണം സമൃദ്ധമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള ആക്ഷൻസ്, പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ സാധിക്കും. ഇനി ഈ ചക്ര ഒന്ന് ദുർബലമായി കഴിഞ്ഞാൽ, ഒന്ന് വീക്കായി കഴിഞ്ഞാൽ എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് എന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്ന്, സ്വാഭാവികമായിട്ടും ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ സാധാരണ പറയാറില്ലേ, ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങളിലൊന്ന് ഈ ചക്രയുടെ ഇംബാലൻസിങ് ആണ്. അതുപോലെ തന്നെ കോൺഫിഡൻസ് കുറഞ്ഞു പോകും. കോൺഫിഡൻസ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തൊക്കെ സംഭവിക്കും? നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് സ്ട്രക്കായി പോകും. അതുപോലെ മറ്റൊന്ന്, മാറ്റിവെക്കുക, മടി. പിന്നെ ആവട്ടെ, നാളെ ആകട്ടെ, അടുത്ത മാസം ആകട്ടെ, അടുത്ത ആഴ്ച ആകട്ടെ, 1-ാം തീയതി ആകട്ടെ എന്ന് കരുതി ഇങ്ങനെ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം പലർക്കും ഉണ്ട്. നിങ്ങൾക്കതുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് മെൻഷൻ ചെയ്തേക്കൂ. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ പറയും, സാറില്ല, നാളെ ചെയ്യാമെന്ന് പറയാൻ നാളെ ചെയ്തിരിക്കും. പക്ഷേ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ നാളെയും ചെയ്യില്ല, അടുത്ത ആഴ്ചയും ചെയ്യില്ല, 1-ാം തീയതിയും ചെയ്യില്ല. ഇതിങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും, അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നാൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് അവിടെ സ്ട്രക്കായി പോകും. അതുപോലെ ഈ അവസ്ഥ ശരീരത്തെ ബാധിക്കുന്നത് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ആയിട്ടാണ്. അതായത് ദഹന പ്രശ്നങ്ങൾ, വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇത് ശാരീരികമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നത് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ. ഇനി ഇത് മാനസികമായിട്ട് മറ്റൊരു വിധത്തിൽ കൂടി സ്വാധീനിക്കും. നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളിൽ തരും. അതായത് എനിക്കത് കഴിയില്ല, അല്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ തുടങ്ങിയ ചിന്തകൾ, നിരാശകൾ, നെഗറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ ചക്രയുടെ ഇംബാലൻസിങ് ആണ്. അത് ശക്തിക്ഷയമാണ്, ബലക്ഷയമാണ്. അപ്പോൾ കാരണങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്കിത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നോക്കാം. ഇതിന് പരിഹരിക്കാൻ വളരെ ഇഫക്റ്റീവായിട്ട് പറയുന്ന ഒന്ന് സൂര്യ നമസ്കാരമാണ്. സൂര്യ നമസ്കാരം ഒരു കേവലം വ്യായാമം എന്നുള്ളതിനപ്പുറം അതിനൊരു ആത്മീയ പ്രാധാന്യമുണ്ട്. സൂര്യ നമസ്കാരം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ചക്രയെ കൂടുതൽ ശക്തി പ്രാപിപ്പിക്കാൻ സാധിക്കും. സൂര്യ നമസ്കാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് യൂട്യൂബ് വീഡിയോകളിൽ തന്നെ ധാരാളമായിട്ടുണ്ടാകും. അത് നോക്കി ഒന്ന് മനസ്സിലാക്കിക്കോളൂ. അതുപോലെ മറ്റൊന്ന് ശ്വസന വ്യായാമങ്ങളാണ്. ശ്വസന വ്യായാമങ്ങളിലൂടെയും ഈ ചക്ര നമുക്ക് ആക്റ്റീവ് ആക്കാൻ സാധിക്കും. അതുപോലെ ചില മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യുന്നതിലൂടെ ചക്ര ശക്തിപ്പെടുത്താൻ സാധിക്കും, ബാലൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് ആക്ഷൻസ് എടുക്കുക, ബോധപൂർവം ആക്ഷൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്താൽ മതി. ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിയാൽ മതി. സ്വാഭാവികമായിട്ടും അത് കൂടുതൽ വിപുലീകരിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ ഈ ചക്ര കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 2 ചക്രകളുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സന്തുലനം, അതായത് സ്വാധിഷ്ഠാന അവസരങ്ങളെ കാണാൻ നമ്മളെ പ്രാപ്തമാക്കുമ്പോൾ മണിപൂരക അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മളെ നയിക്കും. ഇത് രണ്ടും ബാലൻസ്ഡ് ആണെങ്കിൽ, ഈ 2 ചക്രങ്ങളും ഒരുപോലെ ബാലൻസ്ഡ് ആണെങ്കിൽ അസാധാരണമായ വിധത്തിലുള്ള സാമ്പത്തിക സമൃദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരും.
അപ്പോൾ സ്വാധിഷ്ഠാന ആൻഡ് മണിപൂര ചക്രം എങ്ങനെയാണ് നമ്മുടെ സമ്പത്തിനെയും സമൃദ്ധിയെയും സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഈ ചക്രാസ് ക്ഷയിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇവയെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഉപകാരപ്രദങ്ങളായ മറ്റ് വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക്